CPM-നെ സംബന്ധിക്കുന്നിടത്തോളം ഏത് ഉന്നതനായിരുന്നാലും ശരി, സംഘടനാ വിരുദ്ധ പ്രവർത്തനം കാണിച്ചാൽ ഇതാണ് അവസ്ഥ. PK ശശി പാലക്കാടത്തെ പ്രമുഖ നേതാവാണ്, മുൻ MLA ആണ്. സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയെന്ന് പാർട്ടിയുടെ അന്വേഷണത്തിൽ തെളിഞ്ഞാൽ ഇനി അത് ആരായിരുന്നാലും ശരി, ഇതായിരിക്കും അവസ്ഥ. നേരത്തെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും ജില്ലാ കമ്മിറ്റിയിൽ നിന്നും തരം താഴ്ത്തിയ ശേഷം വീണ്ടും നടപടി ഉണ്ടായിരിക്കുകയാണ്. പാർട്ടിയിലെ മറ്റ് പ്രമുഖ സ്ഥാനമാനങ്ങൾ കൈയാളിയിരുന്നതിൽ നിന്നും ഒഴിവാക്കി. CITU ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും മറ്റൊരു പോഷക സംഘടനാ സ്ഥാനത്ത് നിന്നും അദ്ദേഹം വഹിച്ചിരുന്ന പങ്കുകളിൽ നിന്നാണ് മാറ്റി നിർത്തപ്പെട്ടത്. ഇത്തരം പ്രവർത്തനങ്ങൾ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയാൽ ഏതൊരാൾക്കെതിരെയും ഇങ്ങനെ നടപടി ഉണ്ടാകും. പക്ഷേ മാപ്രകളുടെ ഇച്ഛയ്ക്കനുസരിച്ചായിരിക്കില്ല. അതിന് സംഘടനാപരമായിട്ടുള്ള ചിട്ടാവട്ടങ്ങളുണ്ട്. സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയെന്ന് അന്വേഷിച്ച് കണ്ടെത്തിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നടപടി ഉണ്ടായിരിക്കും. അതാരായിരുന്നാലും ശരിയെന്ന് വീണ്ടും വെളിവാകുന്നില്ലേ? നേരത്തെ പാർട്ടി കോടതി, പാർട്ടി പോലീസ് എന്നൊക്കെ അധിക്ഷേപിക്കുന്നവർ ഒന്ന് കണ്ണു തുറന്ന് കണ്ടോളൂ. കേരളത്തിലെ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ ഇങ്ങനെ പരസ്യ പ്രതികരണം നടത്താത്ത മറ്റേതെങ്കിലും വിഷയത്തിൽ നടപടി സ്വീകരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്നിരുന്നാലും ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ടുള്ള നേതാക്കന്മാർക്കെതിരെ എന്തെങ്കിലും വാർത്ത വന്നാൽ ആഘോഷിക്കാറുള്ള മാധ്യമങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ പാർട്ടി വിട്ടുവീഴ്ചയില്ലാതെ എടുക്കുന്ന നടപടികൾ അവർക്ക് ചർച്ചയേ അല്ല.